പിന്നെ ഈ കഥയിൽ സ്ക്രാച്ച് അങ്ങ് വീണു എന്ന് നോക്കുകയായിരുന്നു. ഇവിടെ സ്ക്രാച്ച് ഒന്നുമില്ലല്ലോ. എനിക്ക് തോന്നിയതായിരിക്കും. പിന്നെ മിസ്സിസ് ഇല്ലേ? ശോഭേ, താമസമൊക്കെ എങ്ങനെ? അസൗകര്യമൊന്നും ഇല്ലല്ലോ? ഇല്ല. നിങ്ങളുടെ വിവാഹം ഒരു പുതിയ സ്റ്റൈലിലുള്ളതായിരുന്നു അല്ലേ? എന്താ അങ്ങനെ ചോദിച്ചത്? അല്ല, മിസ്സിസിന്റെ കഴുത്തിൽ താലി ഒന്നും കാണുന്നില്ല. ആര് പറഞ്ഞു താലി ഇല്ലെന്ന്? ഐ എം സോറി. പിന്നെ സാധനം എന്തെങ്കിലും വാങ്ങാനുണ്ടോ? ഞാൻ റൂം ബോയ്സിനെ പറഞ്ഞേക്കാം. പോട്ടെ. പഠിച്ച പുള്ളികളാണല്ലോ പടച്ചോനെ. പെണ്ണ് പാചകമല്ല ഒരുവിധം പഠിച്ചുപോയി. ഇത് കേട്ടാ തോന്നും ഞാൻ ഇവിടെ വന്നിട്ടാണ് ഇതൊക്കെ പഠിച്ചതെന്ന്. അയ്യോ, എന്താ ഇത്? ഏത്? ഇത് മുരിങ്ങയ്ക്ക. എന്റെ പൊന്നു മോളെ, കല്യാണം കഴിയണവരെ ഈ മുരിങ്ങയ്ക്കൊന്നും അധികം വാങ്ങിക്കല്ലേ. കല്യാണവും മുരിങ്ങയ്ക്കും തമ്മിൽ എന്ത് ബന്ധം? മുന്താണി പിടിച്ച് കണ്ടിട്ടുണ്ടോ? ഞാൻ തമിഴ് സിനിമയൊന്നും കാണാറില്ല. എന്നാലേ ഞാൻ പറഞ്ഞുതരാം, ഇനി വാ. ഈ മുരിങ്ങയ്ക്ക ഇതൊക്കെ പറയാൻ രാജുവിന് നാണമാവുന്നില്ലേ? എന്തിനു നാണിക്കണം? കുറച്ചു ദിവസം കഴിഞ്ഞാൽ നടക്കാൻ പോണ കാര്യമല്ലേ. എന്നാലേ ഒരു ചെണ്ട കുട്ടി നാട്ടുകാരെ മുഴുവൻ വിളിച്ചറിയിച്ചാട്ടെ. പ്രിയപ്പെട്ട നാട്ടുകാരെ, ഇന്നേക്ക് 11-ാം ദിവസം രാത്രി ഞാൻ എന്റെ ഭാര്യ ശോഭയെ ഈവനിങ് വാക്കിനായിരിക്കും. അതെ. എക്സ്ക്യൂസ് മീ, ചോദിക്കുന്നുണ്ട്, തെറ്റിദ്ധരിക്കരുത്. സാറിന് എന്താ ഇവിടെ പരിപാടി? ജോലിക്കോ ബിസിനസിനോ ഒന്നും പോകുന്നത് കാണാനില്ല. എപ്പോഴും ഇങ്ങനെ. ഞാനൊരു ജോലിക്ക് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് ശരി. കല്യാണം കഴിഞ്ഞിട്ട് എത്ര കൊല്ലമായി? 3. 2. 2 3? 3 കൊല്ലമായി. അപ്പൊ പിന്നെ കുട്ടികൾ പ്ലാനിങ് ആയിരിക്കും അല്ലേ? അതെ, അതാണല്ലോ അതിന്റെ ഒരു. ഞങ്ങൾ പോട്ടെ. നല്ല പ്ലാനിങ്. കല്യാണം കഴിഞ്ഞിട്ടില്ല എന്ന് ഉറപ്പായി. ഇനി 2 ദിവസം കൂടി. 2 സുന്ദര രാത്രികൾ. ഒരു തിടുക്കം കണ്ടില്ലേ? ആ, ഇതുവരെ കൺട്രോൾ ചെയ്തതിനോടി ഞാൻ കണക്ക് തീർക്കും. എല്ലാം കുറിച്ചിട്ടിട്ടുണ്ടോ? എന്തിനാ കുറിച്ചിടുന്നത്? എനിക്ക് നല്ല ഓർമ്മശക്തിയുണ്ട്. ആ, പിന്നെ നമുക്ക് കുട്ടികൾ കൂടുതൽ വേണ്ട. ഒരു 12 എണ്ണം മതി. മതിയോ? മതി. എന്താ, താങ്കൾക്ക് കൂടുതൽ വേണമെന്നുണ്ടോ? എനിക്കത്ര വട്ടൊന്നുമില്ല. എങ്കിൽ ഭൗതികം പറയൂ, എത്ര കുട്ടികൾ വേണം? 1 രാജുവിനെ പോലെ ഒരു ആൺകുട്ടി. അതിനുള്ള പെർമിഷൻ ഇതാ തന്നിരിക്കുന്നു. അതിന്റെ പ്രിലിമിനറി ഇന്നേക്ക് 3-ാം ദിവസം നമുക്ക് തുടങ്ങിക്കളയാം. ഈ ഒരു ചിന്തയേ ഉള്ളൂ എപ്പോഴും. ഈ പ്രായത്തിലുള്ള ഒരു ചെറുപ്പക്കാരൻ വേറെ എന്തിനെ പറ്റി ചിന്തിക്കണം? என்னையா பெல் அடிச்ச காதல் உள்ளியா? ரூம்பா எதுக்கு இருக்கு? அந்த 6ஆம் நம்பர் ரூம் போய் பாரு. ശരി സാർ. ഇവന്റെയൊക്കെ കാര്യം കുറച്ച് കഷ്ടം തന്നെ. ഹമീദ്, ഞാൻ കുറച്ച് ദിവസമായി ഹമീദിനോട് കാര്യം ചോദിക്കണമെന്ന് വിചാരിച്ചിരിക്കായിരുന്നു. എന്താ സാർ? ജോണി പറഞ്ഞാണ് ഹമീദിന്റെ പെങ്ങളുടെ കഥ ഞാൻ അറിഞ്ഞത്. പെങ്ങൾക്ക് അങ്ങനെ അനുഭവം ഉണ്ടായതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ തുടക്കം മുതൽ ഹമീദ് ഞങ്ങൾ സംശയത്തോടെ വാച്ച് ചെയ്തത്. ഐ എം സോറി. ഞാൻ ഞാൻ ഹമീദിനെ കുറ്റപ്പെടുത്തുകയല്ല. ഞാനിപ്പോൾ ഇവിടെ വന്നത് എന്റെ കഥ ഹമീദിനോട് പറയാനാണ്. ഹമീദ് അത് അറിഞ്ഞിരിക്കണം. ഹമീദിന്റെ സഹായം എനിക്ക് ആവശ്യമാണ്. രാജു, ശോഭ,
ഇതാ നടന്നത്. രാജു എന്നോട് ക്ഷമിക്കൂ. ഞാൻ നിങ്ങളെ തെറ്റിദ്ധരിച്ചു. ഓ, അതും സാരമില്ല. ഇപ്പോ തെറ്റിദ്ധാരണയൊക്കെ മാറിയല്ലോ. മാറി. പക്ഷേ എന്താ എന്താ ഹമീദ്? ഞാനൊരു സാഹസം കാണിച്ചു. ശോഭ ഇവിടെ ഉണ്ടെന്നുള്ള വിവരത്തിന് ശോഭയുടെ വീട്ടിലേക്ക് ഞാനൊരു കത്തയച്ചു. മൈ ഗോഡ്. രാജു വിഷമിക്കണ്ട. കത്തിൽ ഞാൻ എന്റെ അഡ്രസ്സാണ് കൊടുത്തിട്ടുള്ളത്. ആരെങ്കിലും എന്റെ അടുത്ത് വരികയാണെങ്കിൽ ഞാൻ മാനേജ് ചെയ്തോളാം. ധൈര്യമായിരിക്കും. ആ കിളവന് നമ്മളെ സംശയമുണ്ടെന്നാണ് തോന്നുന്നത്. ശോഭയ്ക്ക് എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ സ്വത്തെല്ലാം അനാഥാലയത്തിന് കൊടുക്കണമെന്നാണ് എഴുതി വെച്ചിരിക്കുന്നത്. എങ്കിൽ കൂടുതൽ ആലോചിക്കാനൊന്നുമില്ല. കിളവനെ തട്ടിക്കളഞ്ഞിട്ട് വേറെ വിൽപ്പത്രം എഴുതി ഉണ്ടാക്കുക. നീ എന്തോന്നടാ ഈ പറയുന്നത്? തട്ടിക്കളയെന്നൊക്കെ പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമാണോ? മാത്രമല്ല, ആ കാര്യത്തിലൊക്കെ മൂപ്പര് വളരെ ബുദ്ധിമാനാ. വിൽപ്പത്രങ്ങളുടെ ശരിപ്പകർപ്പ് 2 അഡ്വക്കേറ്റന്മാരുടെ കയ്യിലാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ആ പെണ്ണിനെ എങ്ങനെയെങ്കിലും അന്വേഷിച്ച് കണ്ടുപിടിച്ചേ പറ്റൂ. അവർ പോയേക്കാനൊരു അയ്യോ എന്താ? അവർ പോയേക്കാനിടയുള്ള സ്ഥലങ്ങളിലേക്കെല്ലാം ഞാൻ ആളെ അയച്ചിട്ടുണ്ട്. അമ്മാവനും ചെറുമകളെ കുറിച്ച് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. രാജുവിന്റെ എല്ലാ ബന്ധുക്കളുടെ വീടുകളിലും അന്വേഷിക്കണം. അവന്റെ അച്ഛനും ഊർജിതമായി അന്വേഷിക്കുന്നുണ്ട്. രാജുവിന്റെയും ശോഭയുടെയും വീട്ടിൽ വരുന്ന എഴുത്തുകളെല്ലാം നമ്മുടെ കസ്റ്റഡിയിൽ വരാനുള്ള ഏർപ്പാടെല്ലാം ഞാൻ ചെയ്തിട്ടുണ്ട്. എത്രയായാലും അവന്റെ ADC ആയ ഡ്രൈവർക്ക് അവൻ എഴുതാതിരിക്കില്ല. അതും പ്രതീക്ഷിച്ചാ ഞാനിരിക്കുന്നത്. ദാറ്റ്സ് ഗുഡ്. ഡാഡിയോട് ഒരു കാര്യം ചോദിക്കണമെന്ന് ഞാൻ കുറച്ചു നാളായിട്ട് വിചാരിക്കുകയാണ്. എന്താ? സ്വന്തം മകനെയും മരുമകളെയും കൊന്നെങ്കിൽ പിന്നെ എന്തിനാണ് ചെറുമകൾക്ക് സ്വത്തെല്ലാം എഴുതി വെച്ചത്? അമ്മാവനാണ് കൊന്നതെന്ന് നിന്നോടാര് പറഞ്ഞു? പിന്നെ പറയാം. ആ കഥ ഇനിയും ഞാൻ ഒളിച്ചു വെക്കുന്നില്ല. എന്നാലും ഇങ്ങനൊരു ചതി രാധാകൃഷ്ണൻ നമ്മളോട് കാണിക്കണ്ടായിരുന്നു. നമ്മുടെ മകൻ ഇങ്ങനെ ചെയ്യുമെന്ന് എനിക്കിപ്പോഴും വിശ്വസിക്കാനാവുന്നില്ല. വിവാഹം കഴിഞ്ഞ് അവർ രജിസ്റ്റർ ഓഫീസിൽ നിന്ന് ഇങ്ങോട്ട് തിരിച്ചിട്ടുണ്ടെന്നാണ് അയ്യപ്പൻ ഇവിടെ വന്ന് പറഞ്ഞത്. ഞാനിത് നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ ഒരിക്കലും ഈ വിവാഹം നടക്കാൻ സമ്മതിക്കില്ലായിരുന്നു. ഇനിയിപ്പോ ഏതായാലും വന്നത് വന്നു. നമുക്കവരെ ഒരക്ഷരം വേണ്ടി പോകരുത്. ഈ പഠിക്കാത്ത കിടക്കാൻ ഞാൻ അവനെ സമ്മതിക്കില്ല. അമ്മാവൻ സമാധാനപ്പെടണം. എങ്ങനെ സമാധാനപ്പെടണം? ഞാൻ അവന്റെ അച്ഛൻ മാത്രമല്ല, ഒരു സുഹൃത്തിനെ പോലെ ഞാൻ അവരോട് പെരുമാറിയിട്ടുള്ളൂ. എന്നിട്ട് എന്നോടൊരു വാക്ക് പോലും ചോദിക്കാതെ ആ തെണ്ടിയുടെ മകളെ ഇനി പണിക്കർ സാറിന്റെ മുഖത്ത് ഞാൻ എങ്ങനെ നോക്കും? ഇനിയിപ്പോ അതൊന്നും ആലോചിച്ചിട്ട് കാര്യമില്ല. എത്രയായാലും അവൻ നമ്മുടെ മകനല്ലേ. രുക്മിണി, നീ ഇത് തലയിടണ്ട. എന്താ വേണ്ടതെന്ന് എനിക്കറിയാം.